ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെ പീസ് ടെക്. ഇന്ന് നമ്മൾ ടെക്നോളജി എല്ലാം വിട്ട് നമുക്ക് ഭാവിയിൽ ഉപകാരപ്രദമാവുന്ന ഒരു പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാം ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വളരെ ആഗ്രഹമുള്ള ഒന്നാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ഈ ഗവൺമെൻറ് ജോലിക്കുള്ള മെയിനായിട്ടുള്ള ഒരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിയിൽ നിന്നും റിട്ടയർ ആയാലും വെറുതെ വീട്ടിലിരുന്ന് പെൻഷൻ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ തന്നെ ഒന്ന് പരിശ്രമിച്ചാൽ പ്രൈവറ്റ് സെക്ടറിലായാലും എന്ത് തന്നെ ഏത് പണിക്കാരനായാലും ഒരു പെൻഷൻ ലഭ്യമാക്കാവുന്നതാണ്. എങ്ങനെ ഒരു പെൻഷൻ ലഭ്യമാക്കും എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിലും വിശ്വസ്തവുമായിട്ടുള്ള ഒരു പെൻഷൻ സ്കീമിൽ ചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ന് നിലവിലുള്ള ഏറ്റവും വിശ്വസ്തമായ ഒരു പെൻഷൻ സ്കീമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് മുഖേന രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഇത് തികച്ചും കേരള ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഇത് അവിടെ തന്നെ കാണും. അതുകൊണ്ട് ആട് മാഞ്ചിയം പോലുള്ള പദ്ധതികളിലൊന്നും അംഗമായി വഞ്ചിതരാകാതെ ഇതുപോലുള്ള ഗവൺമെൻറ് അംഗീകൃത പദ്ധതികളിൽ അംഗമാകുക. ആദ്യമായിട്ട് ആർക്കൊക്കെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം, ആർക്കൊക്കെ മെമ്പർ ആകാം എന്നൊന്ന് നോക്കാം. ഇതിന് ഗവൺമെൻറ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രവാസി കേരളീയൻ, അതായത് പ്രവാസിയായിട്ടുള്ള ഒരു കേരളീയൻ വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാസി കേരളീയൻ, കേരളം വിട്ടുനിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രവാസി കേരളീയൻ. ഇവരെ കാറ്റഗറി 1A പെടുത്തിയിരിക്കും. കാറ്റഗറി 2 എന്ന് പറയുന്നത് തിരിച്ചു വന്ന പ്രവാസി കേരളീയൻ വിദേശം, അതായത് വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജോലി ഒഴിവാക്കിയോ തിരിച്ചു വന്ന ഒരു പ്രവാസി കേരളീയൻ. ഇവരെ കാറ്റഗറി 1B പെടുത്തിയിരിക്കുന്നു. മൂന്നാമത് കാറ്റഗറി എന്ന് പറയുന്നത് പ്രവാസി കേരളീയൻ ഭാരതം. ഇത് പ്രവാസികൾ എന്ന് പറയുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നിന്ന് വിട്ട് പുറത്ത് ബോംബെയിലോ ഡൽഹിയിലോ അവിടെയെല്ലാം ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രവാസി കേരളീയൻ ഭാരതം എന്ന് പറഞ്ഞത് 2A 2B എന്നീ കാറ്റഗറി വരും. 2B എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വിട്ട് പുറത്ത് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് തിരിച്ചു വന്നവരും ഇതിൽ പെടും. ഈ ആളുകൾക്കെല്ലാം ഈ പെൻഷൻ സ്കീമിൽ നമ്മുടെ കേരള പ്രവാസി വെൽഫെയർ ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതും ഈ പെൻഷൻ മാത്രമല്ല മറ്റനേകം ബെനിഫിറ്റ്സുകൾക്കും അർഹരാകാവുന്നതാണ്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് നമ്മൾ പ്രവാസിയായിട്ടുള്ള ഒരു കേരളീയനാണെങ്കിൽ, ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ 300 രൂപ ഇന്ത്യൻ രൂപ നമ്മൾ ഒരു മാസം ഇതിലേക്ക് വരിസംഖ്യയായിട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഒരു വർഷത്തിലാണെങ്കിൽ 3600 രൂപ, 300 രൂപ. അപ്പോൾ ഈ UAE ദിർഹത്തിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് 15 ദിർഹം, ഏകദേശം ഒരു 15 ദിർഹം നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന പൈസ മാത്രം ഒരു മാസം ഇതിലേക്ക് വരിസംഖ്യയായിട്ട് നമ്മൾ കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇത് പ്രവാസി കേരളീയൻ, ഇപ്പോൾ വിദേശത്തുള്ളവർ, തിരിച്ചു വന്ന പ്രവാസി, അതായത് ഒരു 2 വർഷമെങ്കിലും വിദേശത്ത് മിനിമം ജോലി ചെയ്ത് തിരിച്ചു വന്ന പ്രവാസി, ഇവർക്ക് 100 രൂപ മാത്രം അടച്ചാൽ മതി. അതുപോലെ ഇപ്പോൾ ഭാരതത്തിലുള്ള പ്രവാസി, കേരളം വിട്ടു നിൽക്കുന്ന ഭാരതത്തിലുള്ള പ്രവാസി, ഇവർക്കെല്ലാം 100 രൂപയാണ് മാസ വരിസംഖ്യ ആയി അടയ്ക്കേണ്ടത്. ഈ 2 പേർക്കും പ്രതിമാസ പെൻഷനായി ലഭിക്കുന്നത് 2000 രൂപയാണ്. ഇത് മുമ്പ് 500 രൂപയായിരുന്നു. ഇപ്പൊ അടുത്താണ് അത് 2000 രൂപയായി ഒറ്റയടിക്ക് ഉയർത്തിയത്. ഇനി ഭാവിയിൽ അത് 5000 ഒക്കെ ആവാം. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഭാവിയിൽ 5000 ഒക്കെ ആയിക്കൂടാ എന്നില്ല. പക്ഷെ ഇപ്പോൾ പെൻഷനായി ലഭിക്കുന്നത് പ്രതിമാസം 2000 രൂപയാണ്. അതായത് ഒരു വർഷം 24,000 രൂപ പെൻഷനായിട്ട് ലഭിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു പ്രവാസിയാണ്, ഒരു 35 വയസ്സോ അല്ല 40 വയസ്സോ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് വരിസംഖ്യ അടച്ചു തുടങ്ങാം. പക്ഷേ നിങ്ങൾ 60 വയസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൻഷൻ ലഭ്യമാവുകയുള്ളൂ.
നിങ്ങൾ മിനിമം 5 വർഷം ഈ സ്കീമിൽ വരിസംഖ്യ അടച്ചിട്ടുണ്ടാവണം. തുടർച്ചയായ 5 വർഷം വരിസംഖ്യ അടച്ചിട്ടുണ്ടാകണം. 1 വർഷം അടച്ച് നിങ്ങൾ പിന്നെ വിട്ടുപോയാലും നിങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ആക്കുന്നതാണ്. ഇതിന്റെ പിഴയെല്ലാം ഒടുക്കി നമുക്ക് ഈ വരിസംഖ്യ വീണ്ടും അടച്ച് തുടങ്ങാവുന്നതും ആണ്. അതെല്ലാം കൂടുതൽ കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മിനിമം 5 വർഷം വരിസംഖ്യ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ 60 വയസ്സ് മുതൽ ലഭിക്കുന്നതാണ്. 60 വയസ്സ് മുതലേ ലഭിക്കുകയുള്ളൂ. നിങ്ങളൊരു 30 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ 60 വയസ്സ് വരെ അടച്ചുകൊണ്ടിരിക്കുക. 5 വർഷം മിനിമം അടച്ചവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിങ്ങൾ അഡീഷണൽ ആയിട്ട് പിന്നീട് അടയ്ക്കുന്ന ഓരോ വർഷത്തിനും നിങ്ങളുടെ പെൻഷൻ തുകയുടെ 3% പലിശ നിരക്കിൽ ഈ സ്കീമിലേക്ക് നിങ്ങളുടെ പെൻഷന്റെ കൂടെ അഡീഷണൽ ആയി നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഒരു 55 വയസ്സായ ഒരാൾ 5 വർഷം അടച്ചാൽ അയാൾക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും, 2000 കിട്ടിത്തുടങ്ങും. പക്ഷെ ഒരു 35 വയസ്സായ ഒരാൾ അയാൾ 60 വയസ്സാകുന്നത് വരെയും അടച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അയാൾ അടയ്ക്കുന്ന എമൗണ്ട് കൂടുതലാണ്. പക്ഷെ ഇയാൾക്ക് കിട്ടുന്ന പെൻഷൻ 2000 അല്ല. ഓരോ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കുന്ന വർഷത്തിനും 5 വർഷത്തിൽ കൂടുതൽ വരുന്ന അഡീഷണൽ ഓരോ ഇയേഴ്സിനും നിങ്ങളുടെ പെൻഷൻ എമൗണ്ടിൻ്റെ 3%, അതായത് 3% പലിശ ഇനത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ പെൻഷൻ എമൗണ്ടിൻ്റെ കൂടെ ലഭിക്കുന്നു. 2000 പെൻഷൻ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അയാൾ കൂടുതൽ അടച്ചു എന്ന് വിചാരിച്ച് 4000-ൽ കൂടുതലാവാൻ പാടില്ല. പക്ഷെ 4000 വരെ അതിനുള്ളിൽ അടങ്ങുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പേ ചെയ്തതിന് പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ ഇതിൽ പറയുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രവാസി വെൽഫെയർ ഫണ്ട് .org എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇവിടെ ക്ഷേമനിധി ആനുകൂല്യം, എന്തൊക്കെ ആനുകൂല്യങ്ങളാണ്? നമുക്ക് പെൻഷൻ കിട്ടും. അതുപോലെ കുടുംബ പെൻഷൻ, നമ്മൾ പെൻഷൻ എടുത്ത ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആശ്രിതർക്ക് പെൻഷൻ കിട്ടുന്നതാണ്. മരണാനന്തര ധനസഹായം, ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ ആനുകൂല്യം, ഇതുപോലുള്ള പല ബെനിഫിറ്റ്സും നമ്മൾ ഇതിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. രജിസ്ട്രേഷൻ നിബന്ധനകൾ ഓരോന്നും ഇതിൽ പറയുന്നുണ്ട്. ഇത് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ ഫോംസ് എല്ലാം ഇതിൽ ഡൗൺലോഡ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഫോമും ഡൗൺലോഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇതിൽ നമ്മൾ പോയിട്ട് ഹോമിൽ പോയി ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുണ്ട്. ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പറയുന്നുണ്ട് എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹെഡിലുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൺലൈനായിട്ട് നമ്മളുടെ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ പേയ്മെൻറ്റും അതിലൂടെ അടയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ, ഓൺലൈനായിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കാം, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് എന്നറിയുന്നത്, ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ്, ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ഐഡൻറ്റിറ്റി കാർഡ് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഓൺലൈൻ അംശാദായം കാർഡ്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ലിങ്കാണിത്. ഇത്രയൊക്കെയാണ് നമ്മൾ ജനറൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയാവുന്നത്. ഇപ്പം ഇതെല്ലാം കേട്ടിട്ട് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും, 60 വയസ്സ് കഴിഞ്ഞിട്ട് 2000 രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ നമ്മൾ ഇതിനെല്ലാം മെനക്കെടുന്നത് എന്ന് ഒരു പുജ്ഞ ഉണ്ടാവും. അത് വേണ്ട. കാരണം ഞാനൊരു ഉദാഹരണ സഹിതം അത് കാണിക്കാം. സപ്പോസ് നിങ്ങൾ ഒരു 4 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഫിക്സഡ് ആയിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഏകദേശം ഒരു 6% ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 24,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 4 ലക്ഷം ഒറ്റയടിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24,000 ഒരു വർഷത്തിൽ കിട്ടും. അതിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2000. അതായത് ഒരു 4 ലക്ഷം ഒറ്റയടിക്ക് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇടുന്നതിന് ഈക്വലൻ്റ് ആണ് നമ്മൾ ഈ
300 രൂപ വെച്ച് കൊടുക്കുന്ന ഈ എമൗണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇത് കൂടുതലല്ലേ എന്ന്. ഇപ്പം നിങ്ങളൊരു ഏജ് 35 ഇയേഴ്സിലാണ് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്ന് കരുതുക. നമ്പർ ഓഫ് ഇയേഴ്സ് 60 ഇയർ ആയാൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ 25 ഇയേഴ്സ് ഈ സബ്സ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു വർഷം നമ്മൾ അടയ്ക്കുന്നത് 3600 നമുക്കത് വൺ ടൈം ആയിട്ട് 3600 ഒറ്റ അടിക്ക് നമുക്ക് ഓൺലൈൻ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെൽഫെയർ ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് 3600 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലോ SBIയുടെയോ ബ്രാഞ്ചിൽ പോയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 ഇയർ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ 3600. അത് മൊത്തം ഈ വ്യക്തി 35 വയസ്സിൽ ജോയിൻ ചെയ്ത ആൾ 25 വർഷം കൊടുത്താലും 90,000 ആവുകയുള്ളൂ. ഈവൻ 1 lakh പോലും ആവുന്നില്ല. 1 ലക്ഷം രൂപ പോലും നമ്മൾ കൊടുക്കുന്നില്ല 25 വർഷം അടച്ചാലും. അപ്പോൾ നമ്മൾ 300 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒറ്റ അടിക്കല്ല കൊടുക്കുന്നത്. മൊത്തം അടച്ചു കഴിഞ്ഞാലും 90,000 മാത്രമേ ആവുകയുള്ളൂ. 5 ഇയർ പേയ്മെൻറ്റ് മാത്രം എന്ന് പറയുന്നത് 18,000 രൂപ മാത്രമേ നമ്മൾ 5 ഇയർ. ഇപ്പോൾ 55 വയസ്സിൽ ചേർന്ന ആളാണെങ്കിൽ അയാൾ 18,000 മാത്രം അടച്ചാൽ അയാൾക്ക് പെൻഷന് അർഹനാവുന്നു. നമ്മൾ ഓരോ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതിനും ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 2000-ൻ്റെ 3% ഇൻട്രസ്റ്റ്. അതായത് ഒരു 60 രൂപ അഡീഷണൽ ഓരോ വർഷത്തിന് നിങ്ങൾ കൊടുത്തതിന് കിട്ടുന്നു. ഇപ്പോഴത്തെ പെൻഷനാണ് 2000. അതിനനുസരിച്ച് സപ്പോസ് ഭാവിയിൽ 5000 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3% ആയിരിക്കും ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഓരോ അഡീഷണൽ ഇയേഴ്സ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ ഇയേഴ്സിനും 60 രൂപ വെച്ച് ഓരോ മാസവും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഒറ്റയടിക്ക് 4 ലക്ഷം കൊടുത്തിട്ട് ഈ എമൗണ്ട് 2000 വാങ്ങിക്കുന്നതാണോ, ഇങ്ങനെ 90,000 25 വർഷമായിട്ട് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു മെമ്പർ ആവാം. ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മുഴുവനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ച് ദൈർഘ്യം കൂടിയാലും നിങ്ങളിത് പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കാണിച്ചു തരുന്നുണ്ട്. അത് മുഴുവനായി കണ്ട് മനസ്സിലാക്കി നിങ്ങളും ഒരു അംഗമാവുക. കൂടാതെ ഇത് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ആവാൻ പറയുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പം വിദേശത്തുള്ള അയാൾക്ക് തന്നെ മെമ്പർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ അവരുടെ നാട്ടിലുള്ള ആശ്രിതരോട് ഈ അക്ഷയ കേന്ദ്രത്തിലോ മറ്റോ പോയി അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാലും മതി. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ മാത്രം മതി ഈ ഫോമിലെല്ലാം. ബാക്കിയെല്ലാം അവർക്ക് അവിടെ ഇരുന്നും ചെയ്യാവുന്നതാണ്. ഇത് ഇവിടെ ഒരു റൂമിലിരുന്ന് ഒരാൾക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. ഇത് വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു 3600 300 രൂപ 12 മാസത്തിന് 3600 രൂപ ഒറ്റയടിക്ക് കൊടുത്താൽ പിന്നെ അടുത്ത വർഷം മാത്രം അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രവാസി വെൽഫെയർ ഫണ്ട് .org എന്ന ഈ സൈറ്റിൽ വരിക. അതിനുശേഷം ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മുടെ 50 KB സൈസ് ആയിരിക്കണം ആ ഫോട്ടോയ്ക്ക്. ഒരു സിഗ്നേച്ചർ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് നിങ്ങളുടെ ഒപ്പ് ഇട്ടതിന് ശേഷം അത് മൊബൈലിലോ മറ്റോ ഒരു പിക്ചർ എടുക്കുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് 50 KB വരാൻ പാടുള്ളൂ. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നീട് ചെയ്യുന്ന മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ ഇത് കൂടാതെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ആ ഗൾഫിൽ വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കുക, അതിൽ നിങ്ങൾ തന്നെ ഒന്ന് സൈൻ ചെയ്യുക.
അതുപോലെ വിസ പേജ്, ഇക്കാമ പേജ് അത് എടുത്ത് അതിലൊന്ന് സൈൻ ചെയ്യുക. നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ട് അത് ഒന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിക്കും വിസ പേജിൻ്റെയും ഫയൽ സൈസ്, അപ്ലോഡ് ചെയ്യാവുന്ന ഫയൽ സൈസ് 150 KB ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് വളരെ കൂടുതലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോ റീസൈസർ എന്ന് പറയുന്ന ഈ സൈറ്റ് പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ റീസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഇവിടെ കുറച്ച് കൊണ്ടുവരിക, അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവന്ന് ഇത് റീസൈസ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് എത്ര സൈസ് വരുന്നുണ്ട്, ഒരു ഫോട്ടോയുടെ സൈസ് എല്ലാം നോക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇതാണ് ഫോട്ടോ എങ്കിൽ അതിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണും സൈസ് 10 KB, സൈസ് ഈസ് 10 KB എന്ന് പറയും കാണും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ സൈസ് 50 KB-യിൽ കൂടാൻ അനുവദിക്കില്ല. അതുപോലെ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും പേജിൽ 150 KB-യിലും മേലെ പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ടൈപ്പ് പ്രവാസി കേരളീയൻ തിരിച്ചു വന്നത്, നമ്മൾ ഏതാണ്ട് പ്രവാസി കേരളീയൻ ആണെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ ഓരോ ഡീറ്റെയിൽസ് പറയും. ഡിസ്ട്രിക്ട് നമ്മുടെ ഏതാണെന്ന് കൊടുക്കുക, താലൂക്ക്, വില്ലേജ്, രജിസ്ട്രേഷൻ ഡേറ്റ്, ഇത് ഓട്ടോമാറ്റിക് വരും. ആപ്ലിക്കൻസ് നെയിം മെയിലാണോ ഫീമെയിലാണോ, ഹസ്ബൻഡ്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനൻറ്റ് അഡ്രസ്സ്, ഇതുപോലുള്ള നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി അതിൻ്റെ അഡ്രസ്സ്, പാസ്പോർട്ട് നമ്പർ, വിസ നമ്പർ, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് മാരീഡ് ആണോ, റിലീജിയ, കാസ്റ്റ്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോമിനി എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആർക്ക് കൊടുക്കണമെന്ന് നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അയാളുടെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ റിലേഷൻ, ഐദർ നോമിനി ആണോ, എസ് ഓർ നോ എന്ന് പറയുന്നു, അത് എസ് എന്ന് കൊടുക്കുക. ഇഫ് നോമിനി പെർസെൻറ്റേജ് ഇപ്പം 100% അയാൾക്കാണോ കൊടുക്കേണ്ടത് എങ്കിൽ അയാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 50% അയാൾക്ക്, അടുത്ത ആൾക്ക് ഒരു 50%, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ് ഈ സൈറ്റിൽ. ഇത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്കിവിടെ സബ്മിറ്റ് എന്ന് പറയും. ഇത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ വരും. സോ 1 2 3 4 5 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു റെഫറൻസ് നമ്പർ വരും. നമ്മളിവിടെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പേയ്മെൻറ്റ് പ്രോസസ്സാണ്. ഈ പേയ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ ഏതെങ്കിലും ബാങ്കിലോ, നമ്മുടെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലോ, ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് കാർഡേ പറ്റുള്ളൂ, ആ ക്രെഡിറ്റ് കാർഡിലോ അല്ലെങ്കിൽ ബാങ്കിലോ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ, തൽക്കാലം നമ്മൾ ഈ സാധനങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന് 200 രൂപയാണ് ഫസ്റ്റിൽ നമുക്ക് ഒരു ID രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആ ചാർജ്, അത് 200 രൂപ. അപ്പോൾ 200 പ്ലസ് ഇതിന് വരെ ട്രാൻസാക്ഷൻ ഒരു ചെറിയ 5 രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു എമൗണ്ടും ആദ്യം നമ്മൾ ഒരു ID ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സബ്മിറ്റ് ചെയ്യുന്നു, ഇത് പേ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ID നമ്പർ വരും. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്ന ഈ ലിങ്കിൽ പോവുക, നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ അടിക്കുക. ഞാനിപ്പോൾ ഇതിലൊരു ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുകയാണ്. അടുത്തായി ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും അടിച്ചു കഴിഞ്ഞ് ഷോ ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഈസ് സക്സസ്. നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് ആണ്. ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് കിട്ടി, നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഈസ് അപ്ലൈഡ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, നമുക്ക് രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടില്ല. അപ്ലിക്കൻസ് നെയിം ഇവിടെ കാണിക്കും, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഇതെല്ലാം കാണിക്കും. ക്ലിക്ക് ഫോർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെ ആണ് സബ്മിറ്റ് ചെയ്തത് ആ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെ കൊടുത്തു, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഏജ് പ്രൂഫ്, വിസ, ഇഖാമ കോപ്പി, ഇതെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സ്, ഇത് അവർ പറയുന്നത് ഇത് വെരിഫൈ ചെയ്തിട്ട് ഒരു 15 ഡേയ്സിന് ശേഷം വീണ്ടും ഇതിൽ ചെക്ക് ചെയ്യാമെന്നാണ്. നമ്മളൊരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ നമ്പർ അടിച്ച് നോക്കുന്നു, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് നോക്കുന്നു. നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്തിന് ജസ്റ്റ് ആ ഡേറ്റും മന്തും ഇയറും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ മതി. അത് കടിച്ച് ഷോ എന്ന് കാണിക്കുമ്പോൾ പേയ്മെൻറ്റ് സക്സസ് അപ്രൂവ്ഡ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഈസ് അപ്രൂവ്ഡ് എന്ന് വരും. എന്നിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് നമ്മുടെ
ആപ്ലിക്കേഷൻ നമ്പർ. ഈ നമ്പറാണ് നമുക്ക് പിന്നീടുള്ള പേയ്മെൻറ്റിന്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റിനല്ല, ഈ നമ്പറാണ് നമ്മുടെ ഭാവിയിലെ ആവശ്യത്തിനെല്ലാം വേണ്ടത്. അപ്പോൾ ഈ നമ്പറും ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴുള്ള നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ അപ്രൂവ്ഡ് നമ്പർ, ഈ നമ്പറും നമുക്ക് നോട്ട് ചെയ്ത് ക്ലിക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഈ മെയിൻ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ്, നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് ഇതിലൂടെ വരുന്നു. ഈ മെമ്പർഷിപ്പ് കാർഡ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഹാർഡ് കോപ്പി നിങ്ങൾക്ക് പോസ്റ്റലായിട്ടോ ഒന്നും വരില്ല. അതുപോലെ നമ്മൾ പേപ്പറുകളൊന്നും അങ്ങോട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ID കാർഡും നമ്മൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്തെടുക്കും. ഇതാണ് എൻ്റെ ഒരു ID കാർഡ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും കിട്ടി, ഇപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് നമ്പറും കിട്ടി. ഈ മെമ്പർഷിപ്പ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യാവുന്നതാണ്. ഈ നമ്പർ നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷനിൽ പോകുന്നു. ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ മെമ്പർഷിപ്പ് ID കൊടുക്കുന്നു. അത് ലോഡ് ചെയ്യുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, എൻ്റെ അഡ്രസ്സ്. നമുക്കിപ്പോൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ബാലൻസ് ഒന്നും പേ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേയ്മെൻറ്റ്, എനിക്കൊരു 3600 പേ ചെയ്യാം. സർവീസ് എമൗണ്ട് ഒരു 54 രൂപ വരുന്നു. ഐ അഗ്രി, പേ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഓരോ വർഷത്തിൻ്റെയും സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അടച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ കുറേ ലെങ്തിയാണ് എന്നറിയാം. പക്ഷേ നമ്മളിതിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ മാത്രമേ നിങ്ങളിത് ചെയ്യൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് അറിയാത്തവരെ, ചില ലേബർ കാറ്റഗറി ആളുകളെല്ലാം ഉണ്ടാവും, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കമ്പ്യൂട്ടറുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അവർക്കെല്ലാം ഇത് പറഞ്ഞ് ബോധ്യമാക്കി നിങ്ങളുടെ സഹായത്തോടു കൂടി അവർക്ക് ജസ്റ്റ് ആദ്യം ഒരു മെമ്പർഷിപ്പ് ID ഉണ്ടാക്കി കൊടുത്ത് ബാക്കി അവർ നാട്ടിൽ അവരുടെ വീട്ടുകാരോട് അക്ഷയയിലോ SBIയിലോ എവിടെ വേണമെങ്കിലും പേ ചെയ്യാവുന്നതാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സർക്കിളിൽ വരുന്ന എല്ലാവരെയും അറിയിക്കുക. താങ്ക് യു.